സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുകൂടെയുള്ള അല്പം നല്ലത്. വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ജ്ഞാനി ഇവിടെ നൽകുന്നത്. വലിയ സമ്പത്ത് നമുക്കുണ്ടായേക്കാം, എന്നാൽ ന്യായരഹിതമായി ആ സമ്പത്ത് നേടുന്നതിനേക്കാൾ നല്ലത് അല്പം നീതിയോടുകൂടെ ലഭിച്ച അല്പം വളരെ ശ്രേഷ്ഠമേറിയത് എന്നുള്ളതാണ്. വളരെ ആഴമേറിയ അർത്ഥങ്ങൾ ഈ ഒരു സദൃശവാക്യത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ നേട്ടങ്ങളും ലാഭവും ഒരു വശത്ത്, ആ നേട്ടങ്ങളും ലാഭവും നേടുന്നതിൽ ന്യായം മറുവശത്ത്. ന്യായവും ലാഭവും തമ്മിൽ തുലനം ചെയ്താൽ ന്യായം എപ്പോഴും മുൻഗണനയിൽ നിൽക്കണം എന്നുള്ള ചിന്ത. അനേകം രാജ്യങ്ങളിൽ ഓണസ്റ്റി ഷോപ്പുകൾ വളരെ പ്രസിദ്ധമാണ്. ആ കടകളിൽ നടത്തിപ്പുകാരും ഉണ്ടാവുകയില്ല. ആവശ്യമായ എല്ലാ സാധനങ്ങളും അടുക്കി തൂക്കം എഴുതി വില എഴുതി വച്ചിരിക്കും. നിങ്ങൾ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വില അവിടെ വെച്ചിരിക്കുന്നതായിട്ടുള്ള വിലപ്പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം. ആ കട ഉടമ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: കടന്നു വരുന്നവർ എല്ലാവരും വിശ്വസ്തയോടെ ഇവിടെ പ്രവർത്തിക്കുമെന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. കാരണം വിശ്വസ്തത വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്പം ലാഭത്തിന് വേണ്ടി കളവ് കാട്ടിയിട്ട് ഉറക്കം ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം മതി, സമാധാനമായി ഉറങ്ങുവാൻ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന അവസ്ഥ. സ്നേഹിതരെ, ന്യായവും നീതിയും വെട്ട് അത്യാർത്തിയോടെ ലാഭം കൊയ്യുവാനായി ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നൈതികതയുടെ, ധാർമ്മികതയുടെ എല്ലാ കണങ്ങളും ഉപേക്ഷിച്ച് എങ്ങനെയായാലും ലാഭം മതി എന്ന് കരുതുന്ന ഒരു ലോകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു സൂക്തമാണ്, ഒരു പാഠമാണ് ജ്ഞാനി നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത് എന്ന്. സ്വഭാവ സവിശേഷതയാണ് ലൗകികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളെക്കാൾ വലിയത്. ഒരുപാട് ലാഭം കൊയ്യുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് ലോകം പറയുന്ന സാക്ഷ്യം അവൻ ദുഷ്ടനാണ് എന്നാണെങ്കിലോ? ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഏത് ലാഭത്തെക്കാൾ, ഏത് നേട്ടത്തെക്കാൾ, അതെത്ര വലിയ നേട്ടമാകട്ടെ, സ്വഭാവ സവിശേഷതയാണ്. ന്യായത്തിലും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് പ്രധാനം എന്നുള്ളത്. അന്യായ മാർഗങ്ങളിൽ നാം എന്തെല്ലാം നേടിയാലും അതുകൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കുക പ്രയാസമാണ്. പുറമേ നാം ചിരിച്ചേക്കാം, പുറമേ സന്തോഷം നടിച്ചേക്കാം, പക്ഷേ പലപ്പോഴും തിന്മയിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള നേട്ടങ്ങൾ
നമ്മുടെ ഉറക്കത്തെ കെടുത്തിക്കളയുന്ന അനുഭവം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയേക്കാൾ, അനുഭവത്തെക്കാൾ അന്യായ മാർഗങ്ങളിലൂടെ ലാഭം നേടാതിരിക്കുന്നതാകും ഉചിതം എന്ന് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യായ മാർഗത്തിൽ നേടുന്ന ലാഭം, അനീതിയുടെ മാർഗത്തിൽ നേടുന്ന ലാഭം, ന്യായരഹിതമായി നേടുന്ന ലാഭം, അത് നീതിയോടുകൂടിയുള്ള അല്പത്തെക്കാൾ മികച്ചതല്ല എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നീതിയോടുകൂടെയുള്ള അല്പം അത് ദൈവ പ്രസാദം ഉള്ളതാണ്. അത് സത്യത്തിൽ ചാലിച്ചതാണ്. അത് ആരുടെയും കണ്ണുനീര് പറ്റാത്തതാണ്. അത് ചതിയിലൂടെ നേടിയതല്ല. അത് പിൻവാതിലുകളിലൂടെ നേടിയതല്ല. അത് അന്യായത്തിലൂടെ നേടിയതല്ല. ആ നേട്ടത്തിന് ഒരു സത്യമുണ്ട്. ആ നേട്ടത്തിന് ഒരു നീതിബോധമുണ്ട്. ആ നേട്ടത്തിന് ഒരു ന്യായമുണ്ട്. ന്യായരഹിതമായി എന്തു നേടിയാലും, എത്ര ലാഭം നേടിയാലും അതിനേക്കാൾ മികച്ചതാണ് നീതിയോട് കൂടെയുള്ള അല്പം. അത് നൽകുന്നതായിട്ടുള്ള ആന്തരിക സമാധാനം. അന്യായ ലാഭം അത് സമാധാനം ഇല്ലാതെയാക്കുമ്പോൾ നേരായ മാർഗത്തിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, ന്യായത്തിൻ്റെ മാർഗത്തിലൂടെ, ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ, നന്മയുടെ മാർഗത്തിലൂടെ നാം നേടുന്നതെല്ലാം അത് ആന്തരികമായി നമുക്ക് സമാധാനവും സ്വച്ഛന്തതയും ശാന്തിയും നൽകും. അതുകൊണ്ടാണ് അല്പം അത് നല്ലത് എന്ന്, നീതിയോടുകൂടിയുള്ള അല്പം അത് മികച്ചത് എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. അല്പത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള മനസ്സിൻ്റെ തൃപ്തിയുണ്ടല്ലോ, അത് ജ്ഞാനിക്കു മാത്രം ലഭിക്കുന്ന, വിനയത്തോടെ മാത്രം ലഭിക്കുന്ന ഒരനുഭവമാണ്. യഥാർത്ഥത്തിൽ അത് ഭക്തിയുടെ പ്രതീകമാണ്, ഭക്തിയുടെ അടയാളമാണ്. അല്പമേ നമുക്കുണ്ടാവുകയുള്ളൂ. പക്ഷേ എത്ര അനീതിയുടെ ലാഭത്തിൻ്റെ മേലെ ജീവിക്കുന്നതിനേക്കാളുള്ള ജീവിതത്തിൻ്റെ തൃപ്തി, ഒരു സുഖം, അത് ആ അല്പത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്കാവുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ സന്തോഷം അത് ദൈവാശ്രയവും ദൈവവിശ്വാസവും നമ്മിലുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസം, യഥാർത്ഥത്തിലുള്ള ദൈവാശ്രയം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതിൽ നിന്ന്, തെറ്റായ വഴികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. ന്യായരഹിതമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നാം ശ്രമിക്കുന്നു. വലിയ വരവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അല്ലാതായി മാറുന്നു. നീതിയോടുകൂടെയുള്ള അല്പം മതി, അത് ദൈവപ്രസാദം ഉള്ളതാണ് എങ്കിൽ എന്ന് തീർച്ചപ്പെടുത്തുവാനും തീരുമാനിക്കുവാനും നമുക്ക് കഴിയുന്നു. ശ്രദ്ധേയമായി ഇവിടെ നാം കാണേണ്ടത് താൽക്കാലികമായതും ശാശ്വതമായതും തമ്മിലുള്ള അന്തരമാണ്, വ്യത്യാസമാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങൾ തുറന്ന് കാണാറുണ്ട്. ഒന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക്, ശാശ്വതമായ സന്തോഷത്തിലേക്ക് നയിക്കുന്ന മാർഗം. അവിടേക്കുള്ള വഴി ഒരുപക്ഷെ ദുഷ്കരമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിച്ച് നാം എത്തിപ്പെടുന്നത് ശാശ്വതമായതാണ്. മറുവശത്താകട്ടെ താൽക്കാലികമായി വഴി വളരെ വിശാലമായതും ആഘോഷ നിബിഡവുമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ മറുവശത്ത് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികതയും നിത്യതയും തമ്മിലുള്ളൊരു തുലനവും ഈ സദൃശവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ന്യായരഹിതമായി നാം നേടുന്ന നേട്ടങ്ങൾ താൽക്കാലികമായി സന്തോഷം നമുക്ക് നൽകിയേക്കാം. പക്ഷേ നീതിയോടുകൂടെ നാം നേടുന്നതായിട്ടുള്ള അല്പം അത് ആത്യന്തികമായും അത് നിത്യമായും ഉള്ള സന്തോഷത്തിന് കാരണമായി മാറുന്നു. അന്യായമായി ലഭിക്കുന്ന ലാഭം അത് ജീവിതത്തിൽ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും കാരണമായി മാറുകയും ചെയ്യുന്നു.
അന്യായവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അനീതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ന്യായരഹിതമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് അനവധി നീക്കുപോക്കുകൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് നമ്മുടെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന, വിശ്വാസത്തിന് നിരക്കാത്തത് ചെയ്യുവാൻ നാം പലപ്പോഴും പ്രേരിതരാകുന്ന, നൈതികതയ്ക്ക് നിരക്കാത്തത് ചെയ്യുവാൻ നാം പ്രേരിതരാകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. നീക്കുപോക്കുകൾ, കോംപ്രമൈസസ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അതിൻ്റെ അത്യുച്ചസ്ഥായ അവസ്ഥയിൽ നിന്ന് താഴേക്ക് വലിച്ചിടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഞാനീ വളരെ വളരെ ആഴമേറിയ ഈ സദൃശവാക്യം ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിൽ അടിയുറച്ച് നീക്കുപോക്കുകൾക്ക് തയ്യാറാകാത്ത ഒരു ജീവിതം, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുകൂടിയുള്ള അല്പം മതിയെന്ന് അടിവരയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ധനം അന്യായ മാർഗത്തിൽ നാം നേടുമ്പോൾ അത് നമ്മിൽ സൃഷ്ടിക്കുന്ന ഒരു തരത്തിലുള്ള അരക്ഷിതത്വബോധമുണ്ട്. ആ അരക്ഷിതത്വബോധം നമ്മുടെ സ്വത്വത്തെ പോലും ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്യാർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ അത് അന്ധമാക്കുന്ന യാഥാർത്ഥ്യമാണ്. അവരനെ കാണാതെ, അവരൻ്റെ വേദനയെ കാണാതെ, അവരൻ്റെ പ്രതിസന്ധിയെ കാണാതെ, അവരിൽ നാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ദുഷ്ടതയെ കാണാതെ പലപ്പോഴും നാം മുമ്പോട്ട് പോകുന്നത് അത്യാർത്തി നമ്മെ സ്വാർത്ഥരാക്കുന്നത് കൊണ്ടാണ്. അന്യായ മാർഗത്തിൽ എന്ത് നേടിയാലും അതിനേക്കാൾ നല്ലതാണ് ന്യായത്തിൻ്റെ മാർഗത്തിലുള്ള അല്പം എന്ന് മറന്നുപോകാതിരിക്കണം. ഒരുപക്ഷെ നേരിട്ട് സൂചിപ്പിക്കപ്പെട്ടില്ലെങ്കിലും ഇവിടെ സുവ്യക്തമായ വലിയ മുന്നറിയിപ്പ് കൂടിയുണ്ട്. ആ മുന്നറിയിപ്പ് ന്യായവിധിയുടെ അനുഭവത്തെക്കുറിച്ചാണ്. ജീവിതം ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്യായമായി നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു നാൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരും കണ്ടില്ല എന്ന് കരുതി നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയും, അവരെ ചതിച്ചും പറ്റിച്ചും നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയും ന്യായവിധിയുടെ ദിവസത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ ദിനത്തിൽ ചങ്കുറപ്പോടെ തലയുയർത്തി നിൽക്കുവാൻ നമുക്കാകണമെങ്കിൽ ഈ സദൃശവാക്യത്തിൻ്റെ പൊരുൾ യഥാർത്ഥമായി നാം ഗ്രഹിക്കണം. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുകൂടിയുള്ള അല്പം നല്ലത്. പലപ്പോഴും നമ്മുടെ സ്വച്ഛന്തമായ മനസ്സ് അത് നമുക്ക് നൽകുന്നതായിട്ടുള്ള തൃപ്തി അതൊരു ആത്മീയ അനുഭവമാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആത്മീയ അനുഭവം. തൻ്റെ മരണക്കിടക്കയിൽ മരണവുമായി മല്ലടിക്കുമ്പോൾ കിടന്ന് ഞെരിവിരി കൊള്ളുന്ന ഒരു പണക്കാരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: എൻ്റെ കയ്യിൽ കുറച്ചു പണവും നിറയെ സമാധാനവും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിറയെ പണവും സമാധാനവും ഉറക്കവുമില്ലാത്ത അവസ്ഥ എന്നതിനേക്കാൾ ഉപരി അല്പം പണവും നിറയെ സമാധാനവുമുള്ള അവസ്ഥയാണ് വളരെ മികച്ചത് എന്ന് പറയുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ്, മുൻഗണനകളെ ക്രമീകരിക്കുന്നതിന്, ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിന്, ജീവിതത്തെ ദിശാബോധം ഉള്ളതാക്കുന്നതിന് ഈ സദൃശവാക്യം വളരെ സഹായകമാകും എന്ന് നാം മറന്നു പോകരുത്. കർത്താവായ യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തി, ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? നിറയെ കൊയ്ത്ത് ലഭിച്ച അനുഭവത്തിൽ ആ കൊയ്ത്ത് പങ്കുവെക്കുന്നതിന് പകരം ആ കർഷകൻ തൻ്റെ കളപ്പുരയെ വലുതാക്കുന്നത് കണ്ടിട്ട് കർത്താവ് പറയുന്നൊരു അനുഭവമുണ്ട്: ഈ രാത്രി നിന്റെ പ്രാണൻ നിന്നോട് എടുത്തു കളഞ്ഞാലോ? ഈ കൂട്ടിവെക്കുന്നതൊക്കെയും പൂഴ്ത്തിവെക്കുന്നതൊക്കെയും ആർക്കാകും എന്ന്
നീ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹിതരെ, വളരെ അർത്ഥവത്തായ ഈ സദൃശവാക്യത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ന്യായരഹിതമായി വലിയ വരവ് നേടുന്ന ഒരുപാട് പേർ ഇന്ന് നമുക്ക് ചുറ്റും ഉള്ളതായി നമുക്ക് അറിയാനായിട്ട് കഴിയും. എങ്ങനെയാണ് ന്യായരഹിതമായി വരവ് നേടുക എന്ന് പറയുക? നൈതികത മറന്നുള്ള ഉദ്യമങ്ങളും സംരംഭങ്ങളും, കള്ളപ്പറയും ചെറുനാഴിയും എള്ളോളമില്ല പൊളിവചനമെന്ന് നന്മ നിറഞ്ഞ ഇന്നലകളെക്കുറിച്ച് പാടുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നാം. എന്നാൽ ഇന്ന് കള്ളപ്പറയും പൊളിവചനവും നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഭക്ഷണത്തിലും മരുന്നിലും പോലും മായം ചേർത്ത് ലാഭം നേടുന്ന അനുഭവത്തിൽ നാം ചെന്ന് നിൽക്കുകയാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും പോലും കച്ചവട വസ്തുക്കളാക്കി, കച്ചവട ചരക്കുകളാക്കി എന്ത് ലാഭം എന്ന് മാത്രം ചിന്തിച്ച് നൈതികതയുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന എത്രയോ ജീവിക്കുന്ന അനുഭവങ്ങളുടെ മധ്യയാണ് അന്യായമായി നേടുന്ന ലാഭം വേണ്ട എന്ന് ജ്ഞാനിയുടെ ഈ വലിയ ഓർമ്മപ്പെടുത്തൽ. അന്യായമായി നേടുന്ന ഈ ഒന്നും അത് ശാശ്വതമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ നാം ശ്രദ്ധിക്കേണ്ടത്. അതെപ്പോഴും ചൂഷണം വഴി നേടുന്ന ലാഭമാണ്. അത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, വരും തലമുറകളെ ചൂഷണം ചെയ്യുന്നു. അത് പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ചൂഷണം ചെയ്യുന്നു. അത് ദരിദ്രനെ ചൂഷണം ചെയ്യുന്നു, അത് വനിതകളെ ചൂഷണം ചെയ്യുന്നു, അത് ശാരീരിക മാനസിക വെല്ലുവിളികളുള്ളവരെ ചൂഷണം ചെയ്യുന്നു. ചൂഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്നതാണ് ലാഭങ്ങളുടെ കൊട്ടാരങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. അന്യായമായി നേടുന്ന ലാഭം അത് പലപ്പോഴും അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിൻ്റെ മാർഗത്തിലൂടെയാണ്. പലയാവർത്തി നാം ചിന്തിക്കുന്നത് പോലെ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജീവിതം വീണുപോവുകയും ന്യായരഹിതമായി എന്തും ചെയ്യാം എന്നുള്ള ബോധ്യം, മനസാക്ഷിക്കുത്തു മരവിച്ചുപോയ അനവധി മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ ന്യായരഹിതമായി നിങ്ങൾ എന്ത് നേടിയാലും അതിനേക്കാളും നീതിയോടെ നിങ്ങൾ നേടുന്ന അല്പം, അതാണ് സമാധാനദായകം എന്ന്, അല്പം മതി, ഒന്നു മതി എന്ന് കർത്താവ് പറയുന്നതിൻ്റെ പൊരുൾ നാം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നാം അന്യായമായി സമ്പത്ത് നേടുന്നത് ദരിദ്രരുടേതെന്ന് മോഷ്ടിച്ചെടുക്കുന്നതാണ്. മന്നായുടെ ദൈവം നീതിയുടെ ദൈവമാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ളത് ഈ ലോകത്തിന് നൽകിയ ദൈവം. എന്നാൽ ആർത്തിമൂത്ത് 10 പേരുടേത് ഒരാൾ ചേർത്ത് വയ്ക്കുമ്പോൾ അയാൾ ധനികനാകുന്നു, 9 പേർ ദരിദ്രരായി മാറുന്നു. ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നിങ്ങൾ നേടിയെടുക്കുന്നത് പ്രയോജനമില്ലാത്ത നേടിയെടുക്കലാണ്, സമാധാനം ഇല്ലാതാക്കുന്ന നേടിയെടുക്കലാണ് എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെയാണ് അന്യായ മാർഗത്തിലൂടെ നാം സമ്പത്ത് നേടുക? ഏറ്റവും ലളിതമായി നാം പറയുകയാണെങ്കിൽ അത് മോഷണത്തിലൂടെയാണ്, അപരൻ്റേത് അപഹരിക്കലിലൂടെയാണ്. നമുക്ക് അർഹമല്ലാത്തത് നേടിയെടുക്കുവാൻ നാം ശ്രമിക്കുന്നത് കൊണ്ടാണ്. 2 കർഷകർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന പാരമ്പര്യ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. അതിലൊരു കർഷകൻ ഈ പാരമ്പര്യമായ കൃഷി രീതികളിൽ ലാഭം പോരാ എന്നൊരു നാൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ നിലത്ത് കൃഷി രീതികളിൽ അവൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്തതായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുവാൻ തുടങ്ങി, രാസവസ്തുക്കൾ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. ഒരുപക്ഷെ ഭൂമി അവൻ പ്രതീക്ഷിച്ചതിലും അധികമായി ഫലം നൽകുവാനായി ജനികത രൂപമാറ്റങ്ങൾ അവൻ അതിൻ്റെ എല്ലാ നൈതികതയും മറന്ന് ഉപയോഗിക്കുവാനായി തുടങ്ങി.
പെട്ടെന്ന് അവൻ വളരെയധികം ലാഭം കൊയ്തു. സാധാരണ രീതിയിൽ പാരമ്പര്യ കൃഷി ചെയ്ത കർഷകൻ മണ്ടനാണ് എന്ന് അവൻ കരുതി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ രാസവസ്തുക്കളുടെ പ്രഹരം സഹിപ്പാൻ അവൻ്റെ ഭൂമിക്കായില്ല. അത് തരിശു ഭൂമിയായി മാറി. എന്നാൽ മറുവശത്താകട്ടെ സാധാരണ പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്തയാൾ മണ്ണിന് ആവശ്യമായ വിശ്രമം നൽകി, മണ്ണിന് ആവശ്യമായ ജലാംശങ്ങൾ നൽകി, മാറ്റക്കൃഷികൾ അവൻ പാരമ്പര്യമായി ചെയ്യുന്നത് പോലെ ചെയ്തു. അവൻ്റെ ആ മണ്ണ് അല്പമാണെങ്കിൽ പോലും കൃത്യമായി ഫലം നൽകിക്കൊണ്ടേയിരുന്നു. അന്യായത്തിൻ്റെയും താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടി മണ്ണിനെയും ജനികത രൂപം മാറ്റിയ കൃഷി വഴി തലമുറകളെയും നശിപ്പിക്കുന്ന ലോകത്തിലാണ് ഈ സദൃശവാക്യം അവഗാഹമായി അടിവരയിട്ട് നാം വായിക്കേണ്ടത് എന്ന് നാം ഓർക്കണം. പലപ്പോഴും ഈ തിന്മയുടെ മൂല കാരണം ആർത്തി അഥവാ അത്യാർത്തിയാണ്. അത്യാർത്തിക്ക് വേണ്ടി ആരെയും ഉപദ്രവിക്കുവാൻ, എന്തിനേയും ഉപദ്രവിക്കുവാൻ മടിയില്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ജീവിക്കുമ്പോൾ ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുകൂടെയുള്ള അല്പം നല്ലത് എന്നത് ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അനീതിയോടെ എത്ര വലിയ നേട്ടം നേടിയാലും അത് ദൈവ തിരുസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം അംഗീകരിക്കാത്ത ഒരു ജീവിതം, നിത്യത ആശ്ലേഷിക്കാത്ത ഒരു ജീവിതം, ആ ജീവിതം എത്ര അർത്ഥശൂന്യമായിരിക്കും എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് വലിയ ലാഭവും അല്പത്തിലുള്ള സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥമായി നാം തിരിച്ചറിയുന്നത്. അല്പത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന, അല്പത്തിൽ സന്തോഷം കണ്ടെത്തുന്ന, അല്പത്തിൽ തൃപ്തി കണ്ടെത്തുന്ന, അല്പത്തിൽ സ്വച്ഛത കണ്ടെത്തുന്ന, ആ അല്പം എനിക്ക് ലഭിച്ചത് നന്മയുടെയും ന്യായത്തിൻ്റെയും വഴികളിലൂടെ മാത്രമാണെന്ന ഉറപ്പോടുകൂടി നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയെ ഇവിടെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്ന ഹൃദയം, അത് ഒരു ഭവനം നിറയെ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന അവസ്ഥയേക്കാൾ ധനികമായത് ആണ് എന്ന ഓർമ്മപ്പെടുത്തൽ, അമൂല്യമായതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ, വിലയേറിയതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ വളരെ പ്രസക്തമാണ്. എത്ര വലിയ അമൂല്യ രത്നശേഖരണങ്ങളും ലാഭവും നിങ്ങൾക്കുണ്ടായാലും ഹൃദയശുദ്ധിയോടുകൂടെ ദൈവതിരുസന്നിധിയിൽ സ്വച്ഛന്തയോടെ ഉറങ്ങുവാൻ കഴിയുന്ന അനുഭവം അതിനേക്കാൾ മികച്ചതാണ് എന്ന്, മെച്ചമായതാണ് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ ശേഖരങ്ങളെ നിറയ്ക്കുവാൻ അന്യായ മാർഗത്തിലൂടെ ലഭിച്ച സമ്പത്തിന് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ, ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ അതിനൊരിക്കലും കഴിയുകയില്ല. അന്യായ മാർഗത്തിലൂടെ നിങ്ങൾ എന്തെല്ലാം ലാഭം നേടിയാലും, അന്യായ മാർഗത്തിലൂടെ നിങ്ങൾ എങ്ങനെയൊക്കെ ലാഭം കൊയ്താലും അത് ആത്മാവിൻ്റെ സ്വസ്ഥതയെ നൽകുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് നയിക്കുകയില്ല എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് അത് കഴുകനെ പോൽ പറന്നുയരും. എന്നാൽ നീതിയും ന്യായവും അത് നമ്മുടെ കല്ലറകൾക്കപ്പുറം അവശേഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തെ മതിച്ചുകൊണ്ടേയിരിക്കും എന്ന് നാം മറന്നുപോകാതിരിക്കണം. ന്യായരഹിതമായി നാം സമ്പത്ത് എത്രയൊക്കെ നേടിയാലും അതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കും നമുക്ക് നീതിയുടെ വഴിയിലൂടെ നേടുന്നതായിട്ടുള്ള അല്പം എന്നത്. വളരെ ശ്രദ്ധേയമായ ജീവിത രീതിയെ തന്നെ
സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരനുഭവമാണ്. അത് വ്യക്തിജീവിതങ്ങൾക്ക് ഒരു വലിയ സന്ദേശമാണ്. അത് കുടുംബജീവിതങ്ങൾക്ക് ഒരു വലിയ സന്ദേശമാണ്. അത് സഭകളുടെ ജീവിതത്തിന് ഒരു വലിയ സന്ദേശമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ വളരെ അർത്ഥവത്തായ ഒരു ആശയമാണ്. സുരക്ഷിതത്വ ബോധത്തോടുകൂടെ നൈതികമായ ആന്തരിക സമാധാനത്തോടുകൂടെ ധാർമ്മികതയുടെ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി നന്മയിലൂടെ നാം നേടുന്ന അല്പം എന്നും നമുക്ക് ശക്തി പകർന്ന് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. സദൃശവാക്യങ്ങൾ ഓരോ സൂക്തവും എല്ലാ തലമുറകൾക്കും പ്രസക്തമായ സത്യങ്ങൾ വിളിച്ചോതിക്കൊണ്ടിരിക്കുമ്പോൾ അവയിൽ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രസക്തമായ ഒരു സന്ദേശം, അന്യായത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹം, അഴിമതി മുഖമുദ്രയാക്കിയ ഒരു സമൂഹം, തിന്മയുടെയും വേദനിപ്പിക്കലിൻ്റെയും രാഷ്ട്രീയം, യുദ്ധത്തിൻ്റെയും യുദ്ധഭീകരതയുടെയും രാഷ്ട്രീയം, അത് ഞങ്ങളുടെ രാജ്യങ്ങളെ വലുതാക്കുന്നു എന്ന മൂഢ സ്വപ്നത്തിലും സ്വർഗത്തിലും ജീവിക്കുന്ന നേതൃത്വത്തിൻ്റെ ഒരു ലോകം. ആ ലോകത്തിലാണ് പ്രവാചകന്റെ എല്ലാ ശക്തിയോടും കൂടെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ നാഥാൻ പ്രവാചകൻ പറഞ്ഞ അതേ ആവേശത്തോടുകൂടെ ജ്ഞാനിയുടെ ഈ സദൃശവാക്യത്തിന്റെ പൊരുൾ നാം ഇന്നത്തെ ലോക ജനതയോട് പറയേണ്ടത്, ദരിദ്രരോടും ധനികരോടും പറയേണ്ടത്, ജനിക്കുവാനിരിക്കുന്ന തലമുറകളോട് പ്രത്യേകിച്ച് നാം പറയേണ്ടത്, വരം ഇരിക്കുന്ന തലമുറകളെ പ്രത്യേകിച്ച് നാം ഓർമ്മപ്പെടുത്തേണ്ടത്. സദൃശവാക്യങ്ങൾ 16:8 ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോട് കൂടെയുള്ള അല്പം നല്ലത്. ഇനിയും അനവധി സത്യങ്ങൾ ഈ സദൃശവാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് തേടുവാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. ഈ സദൃശവാക്യത്തിന്റെ പൊരുൾ ഗ്രഹിക്കുക മാത്രമല്ല, കർത്താവെ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ക്രമമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, എനിക്ക് അന്യായത്തിലൂടെയുള്ള ഒരു വലിയ വരവും വേണ്ട എന്നത് എൻ്റെ തീരുമാനമാക്കി മാറ്റുവാൻ, കർത്താവെ എത്ര അല്പമുണ്ടോ ആ അല്പം ന്യായത്തിലൂടെ മാത്രം എനിക്ക് ലഭിപ്പാൻ, ആ അല്പത്തിൽ സന്തോഷിപ്പാൻ, ആ അല്പത്തിൽ സ്വച്ഛന്തതയോടെ ജീവിപ്പാൻ, ആ അല്പത്തിൽ ദൈവം പ്രസാദിക്കുന്നുവെന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹങ്ങളായ പൊരുളുകൾ ഗ്രഹിപ്പാൻ എന്നെയും നിങ്ങളെയും തുടർന്നും ശക്തീകരിക്കട്ടെ. ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആമേൻ.